ദീർഘം 5 കൊല്ലക്കാലം വിരളമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയെ അപമാനിച്ചിറക്കി വിട്ടിട്ട് കേരളത്തിൽ 5 കൊല്ലക്കാലം കൊണ്ട് ഭരിക്കുന്ന ഈ ഗവൺമെന്റ് എന്തു ചെയ്തു? ജനങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ വോട്ട് കിട്ടണമെങ്കിൽ പെൻഷൻ കൊടുത്ത് വോട്ട് പിടിക്കേണ്ട ഗതികേട് വരുത്തില്ലല്ലോ. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടതിന് പകരം കിറ്റ് കൊടുത്ത് വോട്ട് പിടിക്കേണ്ട ഗതികേട് ഈ ഗവൺമെന്റ് എന്തുകൊണ്ടുണ്ടായി? 7 മാസക്കാലം കൂട്ടിവെച്ചിരുന്ന അരി ഒറ്റയടിക്ക് കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റ് ഗതികേട് എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗവൺമെന്റ് ചെയ്തതെല്ലാം വിലയിരുത്താനുള്ള സമയമാണ്. എത്രയോ ഉരുൾപൊട്ടൽ വന്നു, എത്രയോ പ്രകൃതിക്ഷോഭം വന്നു, എത്രയോ വരൾച്ച വന്നു, എത്രയോ വെള്ളപ്പൊക്കം വന്നു. അതിനെല്ലാം നമ്മൾ കൂട്ടായി നേരിട്ടില്ലേ? പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു മഹാമാരിയെ നമ്മൾ നേരിടുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കലവറയില്ലാത്ത പിന്തുണ കൊടുത്തില്ലേ പ്രതിപക്ഷം? കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ, മതമേലധ്യക്ഷന്മാർ കേരളം ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്തു ഈ മഹാമാരിയുടെ കാലത്ത്. ആ പിന്തുണ പിണറായി വിജയൻ ദുർവിനിയോഗം ചെയ്ത കാഴ്ച നമ്മൾ കണ്ടില്ലേ? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, പിണറായി വിജയന്റെ ഗവൺമെന്റ് ഡബിൾ ലോക്ക് പ്രഖ്യാപിച്ചു, ട്രിപ്പിൾ ലോക്ക് പ്രഖ്യാപിച്ചു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. സകല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു, സകല ആളുകൾക്കും വരുമാനം നഷ്ടപ്പെട്ടു. ഓട്ടോറിക്ഷ ഓടുന്നില്ല, ടാക്സികൾ ഓടുന്നില്ല, കടകൾ തുറക്കാനാവുന്നില്ല, കച്ചവടം നടത്താനാവുന്നില്ല, കൂലിപ്പണി ചെയ്യാനാവുന്നില്ല. സകല വീടുകളിലും സാമ്പത്തിക ദാരിദ്ര്യം. ഈ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 35 കിലോ അരി, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 5 കിലോ അരി, ഈ അരി മാത്രം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? നമ്മുടെ എത്രയോ വീടുകളിൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ തകരാറുള്ള എത്രയോ ആളുകളുണ്ട്. ഡോക്ടറെ കാണാൻ പറ്റുന്നോ? വീട്ടിന് പുറത്തിറങ്ങിയാൽ അടി, പോലീസ് അടിച്ച് വീട്ടിൽ കയറ്റുക. ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൌൺ. ഡോക്ടർമാരെ കാണാൻ കയ്യിൽ പണമില്ല, പോകാൻ അവസരമില്ല, ചികിത്സ കിട്ടുന്നില്ല. കോവിഡ് രോഗം വന്ന ഒരാളും മരിച്ചില്ല. ചികിത്സ കിട്ടാതെ എത്രയോ ആളുകൾ നാട്ടിൽ മരിച്ചു. എന്ത് സഹായമാണ് ഈ കാലത്ത് ജനങ്ങൾ ചെയ്തത്? കുട്ടികൾക്ക് പോഷകാഹാരം വേണം, അതിന് പാല് വേണം, മുട്ട വേണം, ബിസ്ക്കറ്റ് വേണം, കൊടുത്തു. കിറ്റ്, ഇപ്പൊ കിറ്റിനകത്ത് 2 മാസ്ക് ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തയ്യക്കടയിൽ ചെന്ന് ആ മാസ്ക് തയ്ക്കുന്നതിന് എത്ര രൂപ എന്ന് ചോദിച്ചാൽ അവർ പറയും 3 രൂപയാണ്. കേരള ഗവൺമെന്റ് ഈടാക്കുന്നത് 12 രൂപയാണ്. 65 ലക്ഷം മാസ്ക്. മാസ്കിനകത്ത് എത്രയാ കമ്മീഷൻ? 1000ന്റെ കിറ്റ് 750 പറയുന്നു, 500 രൂപ കമ്മീഷൻ. കിറ്റ് കൊടുക്കുന്നതിലും ലാഭം കൊള്ള. ക്ഷീരമുള്ള ഒരു അരിയും ചുവട്ടിലും ചോര തന്നെ പൊതുവിന്റെ ചോദ്യം. മഹാമാരി വന്നപ്പോൾ കിറ്റ് കൊടുക്കാനുള്ള താല്പര്യം കിറ്റിനോടല്ല, ജനങ്ങളോടല്ല, അതിന്റെ കമ്മീഷനോടാണ്. ചികിത്സിക്കാൻ, മരുന്ന് വാങ്ങാൻ പുറത്തു പോകാതെ എങ്ങനെ പണം കിട്ടും? ഓരോ ദിവസവും വൈകിട്ട് 6 മണിക്ക് ബഡായി ബംഗ്ലാവിൽ വന്നിരുന്ന മുഖ്യമന്ത്രി വീമ്പിളക്കി. ലോകത്ത് നിന്ന് കോടാനുകോടി രൂപ വന്നു. ആ പണം എന്തു ചെയ്തു? എങ്ങനെ ചെലവാക്കി? കോടാനുകോടി രൂപയിൽ കിറ്റ് കൊടുക്കാൻ എത്ര കോടി വേണമെന്ന് നമുക്കറിയാം. അരി കൊടുക്കാൻ എത്ര കോടി വേണമെന്നറിയാം. ഇന്ന് വരെ കിട്ടിയ പണത്തിന്റെ കണക്ക് പറഞ്ഞോ? അതെന്തിനു വേണ്ടി ചെലവാക്കിയെന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രിക്ക് അല്ലാതെ ആർക്കും അറിയില്ല എത്ര കോടി കിട്ടി, എത്ര കോടി ചെലവാക്കി, എത്ര കോടി മിച്ചം വന്നു. ഇതെല്ലാം വളരെ നിഗൂഢാത്മകമായി കൈകാര്യം ചെയ്യുന്നു മുഖ്യമന്ത്രി. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായത് അറിഞ്ഞു നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. ഒരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നൊരു ചൊല്ലുണ്ട്. പിണറായി വിജയൻ സ്തുത്യർഹമായി അത് ചെയ്തു. നിങ്ങൾക്കറിയാം,
നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അതാർക്കും കൈമാറാൻ പാടില്ല, മറ്റൊരാൾ അറിയാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ആരോഗ്യ രഹസ്യങ്ങൾ പരമരഹസ്യമായി സൂക്ഷിക്കണം. പക്ഷെ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോ നമ്മൾ അറിയാതെ, നമ്മുടെ അനുവാദം വാങ്ങാതെ നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയായ അമേരിക്കയിലെ സ്പ്രിംഗ്ലറിന് 200 കോടി രൂപയ്ക്ക് വിറ്റു. പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിച്ചു, ബഹളമായി. അവസാനം പ്രതിപക്ഷ നേതാവിനെ കരിവാരി തീർക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ രക്ഷയ്ക്ക് കോടതിയെത്തി. കോടതി പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്, മനുഷ്യന്റെ ആരോഗ്യ വിവരങ്ങൾ മറ്റൊരാൾക്ക് ചോർത്തിക്കൊടുക്കാൻ പാടില്ല. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ആരോഗ്യ കമ്പനിയുടെ സെർവർ പിടിച്ചെടുത്ത് നിങ്ങൾ കൊടുത്ത ആരോഗ്യ വിവരങ്ങൾ നശിപ്പിക്കണം. ഇത് അക്ഷന്തവ്യമായ അപരാധമാണ് മുഖ്യമന്ത്രി ചെയ്തത്. കോവിഡ്-19 കാലത്ത് നമ്മളറിയാതെ നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. പമ്പയിലെ മണക്കടത്ത് വന്നു. ആ പമ്പയിൽ അണിഞ്ഞ മണൽ കടത്തുന്നതിന് സൗജന്യമായി കണ്ണൂരിലെ ക്ലേസ് ആൻഡ് സെറാമിക്സിന് അനുവാദം കൊടുത്തു. ക്ലേസ് ആൻഡ് സെറാമിക്സിന്റെ MD ആരാണെന്ന് ഇരിക്കൂറുകാരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 4 ക്യൂബിക് മീറ്ററാണ് ഒരു ലോഡ് മണ്ണ്. ഒരു ലോഡ് മണ്ണിന് 75,000 രൂപ വില. 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് അവിടെ കൊണ്ടുപോകുമ്പോൾ എത്ര കോടി? മാത്രമല്ല കൺസൾട്ടൻസികളെ നിയമിച്ച് കോടികൾ തട്ടി. ഈ മൊബിലിറ്റി, അതിലൂടെ 3000 ബസ്, 4000 കോടി അഴിമതി. ഇതെല്ലാം കണ്ടുപിടിച്ചു. ചരിത്രത്തിൽ യാതൊരു ഉറപ്പുമില്ലാതെ മാപ്പ് പറഞ്ഞു മുഖ്യമന്ത്രി. തെറ്റുകൾ തിരുത്തി മുഖ്യമന്ത്രി. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ധാരണാപത്രം റദ്ദ് ചെയ്തു മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? EMS കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. ചേലാട്ട് അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. ഞങ്ങളാ മുഖ്യമന്ത്രിയാക്കിയത്. PK വാസുദേവൻ നായരെ മുഖ്യമന്ത്രിയാക്കിയ കോൺഗ്രസ്. നയനാർ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാക്കി മാറ്റാൻ ആരെങ്കിലും തയ്യാറായോ? ഇന്ന് 7 അന്വേഷണ ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ വട്ടമിട്ട് പറക്കുന്നത്. അവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണ്. നിങ്ങൾക്കറിയാം സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് CBI കോടതിയിൽ ഒരു 164 മൊഴി കൊടുത്തു. എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് 164 മൊഴിക്ക് തെളിവ് മൂല്യമുണ്ട്. കുമ്പസാര കൂട്ടിൽ നിന്ന് കുമ്പസാര രഹസ്യങ്ങൾ പുറത്തു പറയില്ലെന്ന് പറഞ്ഞ പോലെ 164 മൊഴി കേട്ട് മനുഷ്യർക്ക് ബോധം കെട്ട് വീഴുമെന്നാ പറഞ്ഞേ. എന്താ കാര്യം? അധ്വാനിക്കുന്നവന്റെ പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് കള്ളക്കടത്തുമായി ബന്ധമുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല, സ്പീക്കർക്ക്, 3 മന്ത്രിമാർക്ക് തെളിവ് മൂല്യമുള്ള മൊഴി കൊടുത്തിട്ട് 3.5 മാസമായി. FIR ഇട്ടോ, കേസെടുത്തോ, കൊറോബറേറ്ററി എവിഡൻസ് അനുബന്ധ രേഖകൾ കളക്ട് ചെയ്തോ? എന്തേ ചെയ്യാത്തത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കള്ളക്കടത്ത്? എന്താ ഡിപ്ലോമാറ്റിക് ബാഗേജ്? നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജ്, നയതന്ത്ര സുരക്ഷയുള്ള ബാഗേജ്. ദുബായിൽ നിന്ന് ആ ബാഗേജ് തിരുവനന്തപുരത്ത് കോൺസുലേറ്റിലേക്ക് വന്നാൽ വരുന്ന വഴിക്ക് ഒരിടത്തും അത് ആർക്കും തുറക്കാനാവില്ല. അതിനകത്ത് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. തിരുവനന്തപുരത്ത് വന്നാൽ അത് ഒപ്പിട്ട് വാങ്ങേണ്ടത് പ്രോട്ടോകോൾ ഓഫീസറാണ്. പ്രോട്ടോകോൾ ഓഫീസർ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ട് വാങ്ങിയ ഡിപ്ലോമാറ്റിക് ബാഗേജിനകത്ത് സ്വർണം, ഡോളർ, അതിനകത്ത് ഈന്തപ്പഴം പൊടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണം, ഖുർആൻ അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിസ്വർണം.
ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ കൊണ്ടുവരണമെങ്കിൽ കാർഗോയിൽ കൊണ്ടുവരാം, കണ്ടെയ്നറിൽ കൊണ്ടുവരാം. ഈന്തപ്പഴം കൊണ്ടുവരണമെങ്കിൽ കണ്ടെയ്നർ കൊണ്ടുവരാം, അതുപോലെ കാർഗോയിൽ കൊണ്ടുവരാം. ആരാലും തുറക്കപ്പെടാത്ത ഡിപ്ലോമാറ്റിക് ബാഗിൽ എന്തിനാ ഈ പറയപ്പെടുന്ന ഖുർആൻ കൊണ്ടുവരുന്നത്, ഈന്തപ്പഴം കൊണ്ടുവരുന്നത്? അപ്പോ ഈന്തപ്പഴം അല്ലത്, ഖുർആൻ അല്ലത്, ഇതൊക്കെ ഡോളറും സ്വർണവുമാണെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 92 ദിവസം ജയിലിൽ. അയാൾ കള്ളക്കടത്ത് നടത്തുന്നെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു. ശിവശങ്കരനെതിരെ ഒറ്റ അക്ഷരം മിണ്ടരുത്. എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയാം. സത്യസന്ധനാണ്, എന്റെ വിശ്വസ്തനാണ്. IASകാരുടെ മനോവീര്യം തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു. ശിവശങ്കരനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നു. ആ ശിവശങ്കർ 92 ദിവസം അകത്ത് കിടന്നു. ഇരുമുടി കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടിയനാണോ 92 ദിവസം അകത്ത് കിടന്നു? ED ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു. ആരാ ED? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്നാ ഉണ്ടാക്കിയത്? 2005 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, FEMA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, വിദേശ നാണയ വിനിമയ ലംഘനം. ഇത് രണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. സിവിൽ കോടതിയുടെ അധികാരമുണ്ട് EDക്ക്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 50. ഒരാളെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചാൽ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. 3-ാം പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ തൂക്കി എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്യാനുള്ള അധികാരം EDക്കുണ്ട്. ഒരു വീട് റെയ്ഡ് ചെയ്യണം, താക്കോൽ ചോദിച്ചു. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. താക്കോൽ കൊടുക്കുന്നില്ലെങ്കിൽ വീട് ചവിട്ടി പൊടിച്ച് അകത്ത് കയറി റെയ്ഡ് ചെയ്യാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 8 സ്വത്തുക്കൾ കണ്ടുകെട്ടാം. സെക്ഷൻ 17 സ്വത്തുക്കൾ പിടിച്ചെടുക്കാം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പടികൾക്കുള്ളടയ്ക്കാം. സിവിൽ കോടതിയുടെ അധികാരമുള്ള ED അന്വേഷിച്ച് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. അല്ല, മുഖ്യമന്ത്രിയിലേക്ക് എത്തി. ആലോചിച്ച് നോക്ക്. ശിവശങ്കരെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഹൃദയത്തിന് അസുഖം. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കിഡ്നിക്ക് അസുഖം. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ന്യൂറോ പ്രോബ്ലം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ ഞാൻ വിളിച്ചു. അയാൾക്ക് ഒരു കാർഡിയോ പ്രോബ്ലവും ഇല്ല, അയാൾക്ക് നെഫ്രോ പ്രോബ്ലം ഇല്ല കിഡ്നിക്ക്. പിന്നെ ന്യൂറോ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു ചെറിയ ഞരമ്പ് രോഗമുണ്ട്, അത് വേറെ സുഖേടാണ്, അല്ലാതെ ന്യൂറോളജി പ്രോബ്ലം ഇല്ല. ശിവശങ്കരെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇനി ഒറ്റ ഡിപ്പാർട്ട്മെന്റേ പരിശോധിക്കാവുള്ളൂ, അത് ഗൈനക്കാണ്, ഇയാൾക്ക് ഗർഭമുണ്ടോ എന്നൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം പരിശോധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. RSSകാർ ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചും വിരിച്ചു നടന്ന പിണറായി വിജയൻ ഇരട്ട ചങ്കൻ. അയാളുടെ IT സെക്രട്ടറിക്ക്, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് EDയെ പേടി. എന്തൊരു കാലം. കടുവയെ കിടുവ പിടിച്ചു. എന്തിനാ പേടിക്കുന്നത്? ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചാൽ മതിയല്ലോ, മടിയിൽ ഖനമുണ്ടെങ്കിൽ വഴിയിൽ പേടിച്ചാൽ മതിയല്ലോ. 92 ദിവസം അകത്ത് കിടന്നു. കള്ളക്കടത്ത്, ഡോളർ കടത്ത്, മാത്രമല്ല ഈന്തപ്പഴ കടത്ത്, ഖുർആനിൽ സ്വർണ്ണം കടത്തി, കള്ളപ്പണം വെളുപ്പിച്ചു, ദേശവിരുദ്ധ പ്രവർത്തനം, തീവ്രവാദികൾക്ക് പണം കൊടുത്തു, രാജ്യദ്രോഹം. മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല. ഇത്ര ലോലഹൃദയനായ ഒരു മുഖ്യമന്ത്രി എവിടെ കിട്ടും? 9 ഉപദേശകന്മാരുമായി 5 കൊല്ലം കേരളം ഭരിച്ചിട്ട് തന്റെ ഓഫീസിനകത്ത് കള്ളക്കടത്ത് നടത്തിയിട്ട് പുള്ളി അറിഞ്ഞില്ലെന്നാ പറയുന്നേ. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? നിങ്ങൾ ആലോചിക്കണം. മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ് ED വന്നത്, മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ് NIA വന്നത്, മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ് കസ്റ്റംസ് വന്നത്. ബാങ്കുളി
മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടാണ് കസ്റ്റംസ് ഇവിടെ വന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നത്, NIA വന്നത്. പക്ഷേ മുഖ്യമന്ത്രി ക്ഷണിച്ചു കൊണ്ടുവന്ന കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അനുയായികളെ ഇളക്കിവിട്ട് അവരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ അവർക്കെതിരെ കേസെടുത്തു. അതും നടക്കാതെ വന്നപ്പോൾ അവർക്കെതിരെ ജുഡീഷ്യൽ എൻക്വയറി വെച്ചു. നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ലെന്ന് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ ഞങ്ങൾ ED വോട്ടിച്ചു, ഞങ്ങൾ NIA വോട്ടിച്ചു, ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു എന്ന് വീമ്പളക്കാൻ മിസ്റ്റർ വിജയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാനും നിങ്ങൾ ഇക്കാലത്തിൽ ഉത്തരവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരക്കേട് മൂത്ത് നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് വ്യവസ്ഥാപിതമായി സ്ഥാപിച്ച കസ്റ്റംസിനെതിരെ, EDക്കെതിരെ, NIAക്കെതിരെ, CBIക്കെതിരെ, ഇൻകം ടാക്സിനെതിരെ, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കെതിരെ കേസെടുക്കാൻ, ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിടാൻ പിണറായി വിജയൻ അധികാരമില്ലെന്ന് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 10 വോട്ട് കിട്ടാൻ തങ്ങൾ കുറ്റവാളികളല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ നടക്കുന്ന ഗിമ്മിക്കുകളാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഈ ജുഡീഷ്യൽ അന്വേഷണം. ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല, കഥയുമില്ല. ലൈഫ് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ദുബായിലെ റെഡ് ക്രസന്റ് 20 കോടി കൊടുത്തു, അതിൽ 4.5 കോടി തട്ടിച്ചു. ആ പണവും സ്വപ്നയുടെ കയ്യിലെത്തി, അത് ലോക്കറിൽ വന്നു. യുണീടാക് കമ്പനിക്ക് കരാർ കൊടുത്ത വഴി 5 മൊബൈൽ ഫോൺ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, 1 മൊബൈൽ ഫോൺ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. ആ ഇൻസ്ട്രുമെന്റ് രമേശിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഫോൺ രാത്രി കോടിയേരി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ബെല്ലടിച്ചു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തലയാണിക്കടിയിലിരിക്കുന്നു രമേശിന്റെ കയ്യിലുള്ള ഫോൺ. അതെങ്ങനെ അവിടെ വന്നു എന്ന് അന്വേഷിക്കണം. അപ്പോൾ ആർക്കാണ് റെഡ് ക്രസന്റുമായി ബന്ധം? കള്ളക്കടത്തുകാർക്കുമായി ബന്ധം ആർക്കാണ്? K-ഫോണിൽ അഴിമതി, ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ടം അഴിമതി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ റെയ്ഡ് നടന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു. KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കോടികൾ എഴുതി തള്ളി. ആരുടെ പണം? നിങ്ങളുടെ ഭവന വായ്പയാണോ? നിങ്ങളുടെ വിദ്യാഭ്യാസ ലോണാണോ? നിങ്ങളുടെ കാർഷിക ലോണാണോ? നിങ്ങൾ കാർ വാങ്ങിച്ച ലോണാണോ? അല്ല. മധ്യരാജാക്കന്മാർ ബാറ് തുടങ്ങാനെടുത്ത പണം എഴുതി തള്ളി ഈ ഗവൺമെന്റ് കോടികൾ. കേരളത്തിലെ സിനിമാ നിർമ്മാക്കൾ സിനിമ നിർമ്മിക്കാനെടുത്ത കോടികൾ എഴുതി തള്ളി കേരള ഗവൺമെന്റ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. എന്തെല്ലാം അഴിമതിയായി ഗവൺമെന്റ് നടത്തിയത് നിങ്ങൾ ആലോചിക്കണം. പാലക്കാട്ടെ ഒരു അമ്മ, തെലുഗു കുടുംബത്തിൽ ജനിച്ചൊരമ്മ, തന്റെ 2 പെൺമക്കളുടെ ദാരുണമായ അന്ത്യം കണ്ടില്ലേ? 2 DYFIക്കാരല്ലേ ആ തെലുഗു കുടുംബത്തിലെ 2 പെൺകുട്ടികളെ 3 മാസത്തിനകം ബലാത്സംഗം ചെയ്ത് കൊന്നത്, കെട്ടിത്തൂങ്ങിയത്. എന്ത് ചെയ്തു? പാലത്തായിൽ RSSകാരൊരു അധ്യാപകൻ ഒരു പിഞ്ചോമനെ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ പാലത്തായിൽ RSSകാരനായ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു, പോക്സോ ഇട്ട് കേസെടുത്തു. എത്ര പെൺകുട്ടികളാണ് കേരളത്തിൽ മാനഭംഗപ്പെടുത്തിയത്? മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരൻ വിശന്ന് വലഞ്ഞ് ഒരു ബ്രെഡ് മോട്ടിച്ച് കഴിച്ചു. CIPക്കാരനെ തല്ലിക്കൊന്നു അട്ടപ്പാടിയിൽ. കടമ്മനിട്ടയുടെ കവിത, നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നു, നിങ്ങൾ അവരുടെ നനഞ്ഞ കണ്ണുകൾ ചൂടുതെടുക്കുന്നു, നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തോണ്ടുന്നു. മിസ്റ്റർ പിണറായി വിജയ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായിരുന്നു. കല്യോട്ട പെരിയയിൽ കൃപേഷിനെയും ശരത്രാജിനെയും കൊന്നു, മട്ടന്നൂരിൽ ഷുഹൈബിനെ കൊന്നു, അരിയിൽ ഷുക്കൂറിനെ വിചാരണ നടത്തി കൊന്നു. CBIക്ക് വിടാതിരിക്കാൻ, വേട്ടക്കാരെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് എത്ര കോടിയാണ് കുറ്റവാളികൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ചെലവാക്കിയത്? ഈ ഗവൺമെന്റ് ഇരകളോടൊപ്പമാണോ?
അതോ വേട്ടക്കാരോടൊപ്പമാണോ ഞാൻ ചോദിക്കുന്നത്? എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗവൺമെന്റ് ചെയ്തത്? തുടർഭരണം വേണം. പശ്ചിമ ബംഗാളിൽ തുടർഭരണമാണ്. 35 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇല്ല. അവിടെ 35 കൊല്ലം ഭരിച്ചു. സിംഗൂർ, നന്ദിഗ്രാം കോർപ്പറേറ്റുകൾ അഴിഞ്ഞാടി സഖാക്കന്മാർ എതിർത്തു. അവസാനം പച്ച ജീവനോടുകൂടി കുഴി വെട്ടി സഖാക്കന്മാരെ കുഴിച്ചുമൂടി. അതോടെ മാർക്സിസ്റ്റ് പാർട്ടിയെ കുഴിച്ചുമൂടി സഖാക്കന്മാർ. ഇന്ന് ഈ പ്രദേശത്തെ ഏതെങ്കിലും ഹോട്ടലുണ്ടോ? പോയി നോക്ക്. ബംഗാളികളുണ്ടോ? ചോദിക്ക. ഒന്നുകിൽ ബ്രാഞ്ച് സെക്രട്ടറി, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പത്തിരി അടിക്കുന്നു, ചായ അടിക്കുന്നു, വാർക്കപ്പണി ചെയ്യുന്നു. തുടർഭരണം കൊടുത്തതിന്റെ ഫലമാ ബംഗാളിൽ പാർട്ടി പോയി. പാർട്ടിക്കാർ മുഴുവൻ BJP ചേർന്നു. പാർട്ടി ഓഫീസുകൾ BJPയുടെ കെട്ടിടങ്ങളായി മാറി. ഇവിടെയും തുടർഭരണം വന്നാൽ AK ആന്റണി പറഞ്ഞ സർവനാശം ആലോചിക്കണം. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക്. പിണറായി വിജയന്റെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്ത ഒരേ ഒരു നേതാവ്. അദ്ദേഹത്തെ വെട്ടി നിരത്തി. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ആരുമെന്ന് പാർട്ടിക്കകത്തില്ല, മുന്നണിക്കകത്തില്ല, ഗവൺമെന്റിനകത്തില്ല. കഴിഞ്ഞ 5 വർഷക്കാലം മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ച തോമസ് ഐസക്കിനെ അരിഞ്ഞു വീഴ്ത്തി, ജി സുധാകരനെ അരിഞ്ഞു വീഴ്ത്തി, മാത്രമല്ല സ്പീക്കറെ അരിഞ്ഞു വീഴ്ത്തി, EP ജയരാജനെ അരിഞ്ഞു വീഴ്ത്തി. തന്റെ പാദസേവകരെ കൊണ്ട്, തന്റെ വിടുപണിക്കാരെ കൊണ്ട് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക നിറച്ചു പിണറായി വിജയൻ. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ഗവൺമെന്റ് വന്നാൽ മറ്റൊരു സ്റ്റാലിനായി മാറും മുഖ്യമന്ത്രി, മറ്റൊരു ഹിറ്റ്ലറായി മാറും മുഖ്യമന്ത്രി, മറ്റൊരു മുസോളിനിയായി മാറും മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിൽ സർവനാശം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു തുടർഭരണം വരാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സർവേയുടെ ഒരു ദുരന്ത നായകനാണ് ഞാൻ. 35 വർഷക്കാലം കോൺഗ്രസ് ജയിക്കാത്ത, UDF ജയിക്കാത്ത കാസർഗോഡ് ഞാൻ മത്സരിക്കുമ്പോൾ സകല സർവേയും പറഞ്ഞു കേരളത്തിൽ ഒരു കാരണവശാലും കാസർഗോഡ് കിട്ടില്ല, ഉണ്ണിത്താൻ തൂക്കും. പാലക്കാട് 3-ാം സ്ഥാനം, ശശി തരൂർ തൂക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ സകല ചാനലുകളും സർവേ നടത്തി പറഞ്ഞു 13 പാർലമെന്റ് സീറ്റ് LDF, 7 UDF. റിസൾട്ട് വന്നപ്പോ 20-20, 20-20. UDF-ന് ഒരു കയ്യബദ്ധം പറ്റി ആലപ്പുഴ, 1 പോയി, 19-1. എന്തേ ചാനലുകാരെ, എന്തേ സർവേക്കാരെ, നിങ്ങൾ ജനവികാരം കാണുന്നില്ല? 20 സീറ്റിൽ 20 ജയിക്കാൻ പോയപ്പോൾ 13 സീറ്റ് നിങ്ങൾ സർവേയിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തു. പക്ഷെ ജനങ്ങൾ പറഞ്ഞു അത് വേണ്ട, സീറ്റ് കൊടുക്കുന്ന പണി ചാനൽ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്യാം. അങ്ങനെ ജനങ്ങൾ നമുക്ക് തന്നു. അതുപോലെ ഇത്തവണ ചാനലുകാരെല്ലാം പറയുന്നു 93, 83. ഇപ്പൊ സീരിയൽ കാണാൻ ആളുകളെ കിട്ടുന്നില്ല, സിനിമ കാണാൻ ആളുകളെ കിട്ടുന്നില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ ചാനലിന്റെ മുമ്പിൽ മത്സരം. സർവേ, മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, സ്വകാര്യ ചാനൽ, ഓൺലൈൻ ചാനൽ, എല്ലാവരും പറയുന്നു തുടർഭരണം. പക്ഷേ ഏപ്രിൽ മാസം 6-ാം തീയതി കഴിഞ്ഞ് മെയ് മാസം 2-ാം തീയതി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വരുമെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേര ഉണ്ടാകും, തർക്കം വേണ്ട. പിണറായി വിജയൻ ആ കസേര ഇരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് അരി കൊടുത്ത് വോട്ട് വാങ്ങാം, കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങാം, പെൻഷൻ കൊടുത്ത് വോട്ട് വാങ്ങാം. അരി കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, പെൻഷൻ കൊടുക്കുന്നതിനെതിരല്ല, കിറ്റ് കൊടുക്കുന്നതിനെതിരല്ല. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, നമ്മുടെ രാജ്യത്തൊരു ചട്ടമുണ്ട്, നമ്മുടെ രാജ്യത്ത് കീഴ്വഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ആ ചട്ടം ബാധകമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. 8 മാസക്കാലം അരി പൂഴ്ത്തി വെച്ചിട്ട്
ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് അരി കൊടുക്കുന്നത് നിങ്ങളൊരു കരിഞ്ചന്തക്കാരന്റെ മനസ്സുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ അരി പൂഴ്ത്തി വയ്ക്കുമോ? എല്ലാ അരിയും കൂടെ ഒരുമിച്ച് കൊടുക്കുമോ? ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അരി പൂഴ്ത്തി വെച്ചിട്ട് വോട്ടെടുപ്പ് വന്നപ്പോ ഒരുമിച്ച് കൊടുക്കുക. എന്തേ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നില്ല? എന്തേ KSRTCയിലെ ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും പെൻഷൻ കൊടുക്കുന്നില്ല? എന്തേ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല? ക്ഷേമ പദ്ധതികൾ മെയ് മാസം കൊടുക്കേണ്ടത് ഏപ്രിലിൽ. എത്രയോ ഓണം വന്നു, എത്രയോ പെരുന്നാൾ വന്നു, എത്രയോ വിഷു വന്നു. 4 വർഷം കൊടുക്കാത്ത ആനുകൂല്യം ഇപ്പൊ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തൊരു സ്നേഹം പെൻഷൻകാരോട്, ജനങ്ങളോട്. കിറ്റ്, പെൻഷൻ എന്ത് വേണേലും കൊടുക്കുക. ഇതൊന്നും പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ വസ്തുവിക്ക് കൊടുക്കുന്ന പണമല്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമാണ്. അതാരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതാലോചിക്കണം. ഞങ്ങൾ വോട്ട് തന്നാൽ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ, കേരളം UDF ഭരിച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും 6000 രൂപ ഞങ്ങൾ അക്കൗണ്ടിലിടും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. അത് നടപ്പിലാക്കിയിരിക്കും. 72,000 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഓരോ വർഷവും വരും. ന്യായ പദ്ധതി അതിലൂടെ. കേരളത്തിലെ കൃഷിക്കാർ, മലയോര മേഖല, നിങ്ങളുടെ റബ്ബറിന് 250 രൂപ താങ്ങുവില ഞങ്ങൾ തന്നിരിക്കും. 2 നാളികേരത്തിന് 40 രൂപ, നെല്ലിന് 30 രൂപ. കേന്ദ്ര ഗവൺമെന്റ് ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചാൽ, പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചാൽ, സ്കൂട്ടറുകാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, ടാക്സിക്കാർക്ക് ആ വർധനവ് പ്രാബല്യത്തിൽ വരാത്ത രീതിയിൽ അവർക്ക് ഞങ്ങൾ സബ്സിഡി കൊടുത്ത് ആ പാവത്തുകളെ ഞങ്ങൾ സഹായിക്കും. മാത്രമല്ല, കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ മുഴുവൻ എഴുതിത്തള്ളും. ഇനി കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ, നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ, നിങ്ങളുടെ ബില്ലുകൾ വന്നാൽ ആ ബില്ലിന് പണം അടയ്ക്കേണ്ട. നോ ബിൽ. ബില്ലില്ലാത്ത ആശുപത്രികൾ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ പോലും മരുന്നിന് കാശ് കൊടുക്കണം. ഒരു നയാ പൈസ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ഈടാക്കാത്ത, ബില്ലില്ലാത്ത ആശുപത്രികൾ അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ആ വികാരം ആവാഹിച്ചെടുത്ത് ഒരു പ്രകടന പത്രികയാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. ഞങ്ങളെ സഹായിക്കണം. ഇവിടെ മത്സരിക്കുന്ന സജി ജോസഫ്, നിങ്ങൾക്കറിയാം, 52 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് എനിക്കൊരു പാർലമെന്റ് അംഗമാകാൻ അവസരം കിട്ടിയത്. ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു വീട്, അവിടെ ജീവിക്കാൻ മാർഗമില്ല. അനാഥാലയത്തിൽ വളർന്നു സജി ജോസഫ്. LLB പാസ്സായി. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നേതാവാണ് സജി ജോസഫ്. ന്യൂഡൽഹിയിൽ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം ജോലികൾ ഏൽപ്പിക്കുന്നു. 2 പ്രാവശ്യം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. എവിടെ? പേരാവൂരിൽ. അന്ന് 2 പ്രാവശ്യവും അവസാന നിമിഷം അദ്ദേഹം തട്ടിപ്പോയി. നമ്മുടെ ഇവിടുത്തെ സണ്ണി അവിടെ പോയി മത്സരിക്കുന്ന സാഹചര്യം വന്നു. ഇപ്പോ 40 വർഷക്കാലം നിങ്ങൾ പൊന്നുപോലെ സ്നേഹിച്ചു KC ജോസഫിനെ. അദ്ദേഹത്തെ MLA ആക്കി, മന്ത്രിയാക്കി. പക്ഷെ അദ്ദേഹം നേരിട്ട് പറഞ്ഞു, ഇനി ഇരിക്കൂറിലേക്ക് ഞാനില്ല. 40 കൊല്ലം അവരെന്നെ സ്നേഹിച്ചു. ഇനി ഈ നാട്ടുകാരൻ MLA ആകട്ടെ. അപ്പോഴാണ് സജി ജോസഫിന് ഒരു അവസരം കിട്ടിയത്. എനിക്കറിയാം, സോണി അദ്ദേഹവും യോഗ്യനാണ്. അദ്ദേഹത്തിനും മത്സരിക്കാനുള്ള സർവ്വതാ യോഗ്യതയുണ്ട്. പക്ഷെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി, അതാണല്ലോ ചിട്ട. അതുകൊണ്ടാണ് ഇത്തവണ സജിക്ക് കൊടുത്തത്. രാഹുൽ ഗാന്ധിയും സോണിയുമായി സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സോണി സെബാസ്റ്റിനെ ഈ സജി ജോസഫിനേക്കാൾ ഉയരത്തിൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും ഞങ്ങളോടൊപ്പം നിന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിച്ച ഈ ഇരിക്കൂർ ഒരിക്കൽ കൂടി ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ശ്രീ സജി ജോസഫിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ MLA ആക്കി
ഒരു UDF ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാ കാലത്തും നിന്നതുപോലെ നിൽക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് സതിയെ ജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.